മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ആ മഹദി രാത്രി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഇലാഹി, അല്ലാഹുവേ, അതഹരിഖു ഖൽബൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്ന ആളെ, നിന്നെ സ്നേഹിക്കുന്നവരെ അല്ലാഹുവേ നീ തീയിലേക്ക് വലിച്ചെറിയുമോ എന്ന് രാത്രി ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ഇലാഹി, അല്ലാഹുവേ, അതഹരിഖു ഖൽബൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന അടിമകളെ നീ നാളെ കരിച്ചു കളയുമോ അല്ലാഹ്. അപ്പോഴാണ് അല്ലാഹു തആല ഒരു അശരീരി മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ കേൾക്കാനിടയായത്. എന്താണ് ആ അശരീരി? എന്താണ് ആ അശരീരി? യാ റാബിഅ അഹ്സിനിൽ ലന്ന ബിനാ, റാബിഅ, റാബിഅ, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് പറയാണ്, അഹ്സിനിൽ ലന്ന ബിനാ, എന്നെ കുറിച്ച് നല്ലതേ വിചാരിക്കാൻ പാടുള്ളൂ, എന്നെ കുറിച്ച് മോശമായത് ചിന്തിക്കരുത്, ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായി നിങ്ങൾ എന്നെ ചിന്തിക്കരുത്, എന്നെ ഒരു ക്രിമിനലായിട്ട് കാണരുത്, ആകെ തീയിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായിട്ട് എന്നെ പരിഗണിക്കരുത്. അഹ്സിനുൽ ലന്ന ബിനാ, അഹ്സിനുൽ ലന്ന ബിനാ, റാബിഅ, എന്നെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു തആല അശരീരിയോട് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കാനാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണോ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ നിങ്ങളോട് പെരുമാറുക. നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ നിങ്ങളോട് പെരുമാറുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു കാരുണ്യവാനായിട്ട്, മാപ്പ് നൽകുന്നവനായിട്ട്, പുറത്തു തരുന്നവനായിട്ടാണ് അല്ലാഹുവിനെ നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ അതുപോലെ അല്ലാഹു നമ്മളോട് കാരുണ്യത്തോടെ പെരുമാറും. അല്ലാഹുവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായിട്ടാണ് അല്ലാഹുവിനെ കാണുന്നതെങ്കിൽ, നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതേപോലെയാണ് തിരിച്ചും പെരുമാറുക. അതുകൊണ്ട് അഹ്സിനിൽ ലന്ന ബിനാ, എന്നെ കൊണ്ട്, എന്നെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് മഹദിയായ റാബിഅ റളിയല്ലാഹു അൻഹയോട് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു ഒരാളെയും വെറുതെ ശിക്ഷിക്കുകയില്ല, ഒരാളെയും അല്ലാഹു വെറുതെ നരകത്തിലേക്ക് വലിച്ചെറിയുകയില്ല. അല്ലാഹു പറയുന്നത്, ഇൻതജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻ നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻ, നിങ്ങളോട് ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ വൻദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻ, ഞാൻ നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ, ആവർത്തിക്കരുത്, ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ വൻദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങൾ ചെയ്യുന്ന ചെറിയ ദോഷങ്ങളെയെല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. അത് മാത്രമല്ല, വനുദ്ഖിൽകും മുദ്ഖലൻ കബീറാ, നിങ്ങളെ ഞാൻ അല്ലാഹു വലിയ സ്വർഗ്ഗത്തിലേക്ക് പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന സ്വർഗീയ പറുദീസയിലേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. വൻദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. വൻദോഷങ്ങൾ ചെയ്യരുത്, വൻദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ഇജ്തനിബുസ് സബഅൽ മൂബിഖാത്ത്,
7 വൻദോഷങ്ങളെ വളരെ പ്രധാനമായിട്ടും നിങ്ങൾ ഒഴിവാക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ഖീലയാ റസൂലല്ലാഹി വമാ ഹുന്ന, ഏതൊക്കെയാണ് നബിയെ ആ വൻദോഷങ്ങൾ? 7 വൻദോഷങ്ങൾ ഏതൊക്കെയാണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യരുത്, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കരുത്. അല്ലാഹു ഏകനാണ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അല്ലാഹു ഏകനായ അല്ലാഹുവിൽ നമ്മൾ വിശ്വസിക്കുക. അല്ലാഹു ഏകനായ റബ്ബാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കരുത് ദൈവമായിട്ട്. അതേപോലെ ശിർക്കിന്റെ മറ്റൊരു ഭാഗമാണ് ജനങ്ങൾ കാണുന്ന രീതിയിൽ മറ്റൊരാൾ കാണുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. മറ്റൊരാൾ കാണുന്ന രീതിയിൽ നമ്മൾ അമൽ ചെയ്യുന്നത് ശിർക്കിന്റെ ഭാഗമാണെന്ന്. അശ്ശിർകുൽ ഖഫി എന്നാണ് അതിന് പറയാം. ആളുകൾ കാണുന്ന രീതിയിൽ. അപ്പോ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്, അതിന് പകരം ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്യാം. അപ്പൊ അള്ളാഹുവിന്റെ അതേ സ്ഥാനത്തേക്ക് ജനങ്ങളെ സൃഷ്ടിച്ചതുപോലെയല്ലേ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇബാദത്ത് ചെയ്യാം. ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്നത് ശിർകുൽ ഖഫി, ചെറിയൊരു ശിർക്കിന്റെ ഭാഗമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യാതിരിക്കുക, മറ്റൊരാളെ പങ്കു ചേർക്കാതിരിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെല്ലാം അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലാഹു ഒരുവനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ സഹായമില്ലാതെ വേറെ ഒരാൾക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ വിശ്വാസം ഒന്നും ഉണ്ടായാൽ നിങ്ങളൊക്കെ അതേ വിശ്വാസക്കാരല്ലേ? അല്ലാഹു ഏകനാണ് അല്ലേ? അല്ലാഹു ഏകനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് വിശ്വസിക്കലാണ് അല്ലാഹു. ശിർക്ക് ചെയ്യാതിരിക്കണം പറഞ്ഞാൽ. ഇനി മറ്റൊരാൾ ആരാധിക്കുക, ബിംബങ്ങൾ ആരാധിക്കുക, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളും ദൈവമാണെന്ന് പറയാം. മൊഹീദി ശൈഖിനോട് ദുആ ചെയ്യാം, മൊഹീദി ശൈഖ് ദൈവമാണെന്ന് വിശ്വസിക്കുക, അപ്പൊ ശിർക്കായി. മൊഹീദി ശൈഖ് ഔലിയാണെന്ന് വിശ്വസിക്കുക, അപ്പൊ സുന്നത്ത് ജമാഅത്തായി. നമ്മളൊക്കെ എങ്ങനെയാണ്? മൊഹീദി ശൈഖിനെ ദൈവമായിട്ടല്ല നമ്മൾ കാണുന്നത്, നമ്മൾ കാണുന്നത് മൊഹീദി ശൈഖിനെ വലിയായിട്ടാണ്. നമ്മൾ ദുആ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട നിന്റെ ഔലിയാക്കൾ, നിന്നെ ഇഷ്ടപ്പെട്ട് നീ പറഞ്ഞതുപോലെ ജീവിച്ച ഈ മഹാന്മാർ, ഇവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സഹായിക്ക റബ്ബേ. അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ഒരു ശിർക്ക് ആരാരോപിച്ചാലും നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, ആരെന്താരോപിച്ചാലും ഒരു പേടിയും പേടിക്കണ്ട. ഇവിടെ കൂടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഏകനായ റബ്ബിൽ അല്ലാഹു ഒരുവനാണ് എന്ന് പൂർണ്ണമായ വിശ്വാസമുള്ള ആളുകളാണ്, ഉറപ്പാണ് എനിക്ക്. അതുകൊണ്ട് 7 വൻദോഷങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിനോട് മറ്റൊരാളെ പങ്കു ചേർക്കരുത്. വഖതുലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, വഖതുലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു ബഹുമാനിച്ച ശരീരങ്ങളെ നിങ്ങൾ വധിച്ചു കളയരുത്, കൊലപാതകം നടത്താതിരിക്കണം. 2, കൊലപാതകം നടത്തരുത്. 3, സിഹ്ർ ചെയ്യരുത്, സിഹ്ർ ചെയ്യരുത്. 4, വഅക്ലു റിബ, പലിശ തിന്നരുത്. വഅക്ലു മാലിൽ യതീം, യതീം മക്കളുടെ സമ്പാദ്യം നിങ്ങൾ തിന്നുപോവരുത്. യതീം മക്കളുടെ ഒരു നാണയത്തൊട്ടുപോലും നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് കയറിക്കൂടരുത്. യുദ്ധസമയങ്ങളിൽ പിന്തിരിഞ്ഞോടരുത്, അതിനുള്ള സാഹചര്യം നമ്മൾക്കിന്നില്ല. വഖൽഫുൽ മുഹ്സനാതിൽ ഗാഫിലാതിൽ മുഅ്മിനാത്ത്, അല്ലാഹുവിനെ പേടിക്കുന്ന സച്ചരിതരായ
അല്ലാഹുവിനെ പേടിക്കുന്ന നല്ലവരായ അല്ലാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മുഅ്മിനാത്തുകളായ സത്യവിശ്വാസിനികൾക്കെതിരെ വ്യഭിചാര ആരോപണം നടത്തുന്നത്, കുറ്റാരോപണം നടത്തുന്നത്, ഇല്ലാത്ത ആരോപണങ്ങൾ നടത്തുന്നത് വൻദോഷമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വൻദോഷമാണ്. ഏഴ് വൻദോഷങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അതിലൊന്ന് ശിർക്ക് ചെയ്യലാണ്, 2 കൊലപാതകം നടത്തലാണ്, 3 സിഹർ, 4 പലിശ തിന്നൽ, 5 യതീമക്കളുടെ സമ്പാദ്യം അപഹരിക്കൽ, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ നല്ലവരായ ആളുകൾക്കെതിരെ വ്യഭിചാര ആരോപണങ്ങൾ ഉണ്ടാക്കൽ, ഇത്തരം തെറ്റുകൾ വൻദോഷങ്ങളാണ്. ഇത് നിങ്ങൾ ഒഴിവാക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒഴിവാക്കിയാലോ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു തന്ന് സ്വർഗീയ സുഖങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു ഒരു ക്രിമിനലായിട്ട് കാണാതെ, അല്ലാഹു കാരുണ്യവാനായിട്ട്, അല്ലാഹു എല്ലാം പുറത്തു തരുന്നവനായിട്ട്, അല്ലാഹു മാപ്പ് നൽകുന്നവനായിട്ടാണ് നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആരോപണം ഉണ്ടായപ്പോ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറക്കിയത് ഫല്യഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് മാപ്പ് നൽകിക്കൂടെ, വിട്ടുവീഴ്ച ചെയ്തുകൂടെ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനുള്ള ചെലവ് നിർത്തിവെക്കുകയാണ്. അപ്പൊ ഇന്നത്തേതുപോലെ അന്ന് ഒരാൾ ചെലവേറ്റെടുത്തിരുന്ന എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ ഓരോ കുട്ടിയുടെ ചെലവെടുക്കൂലേ? ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഒരു കുട്ടിയുടെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം, അതുപോലെ നാട്ടിലുള്ള പാവങ്ങളുടെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ അതേപോലെ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവെല്ലാം ഉപയോഗിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകുന്ന സമ്പത്ത് കൊണ്ട് ജീവിച്ച് സിദ്ദീഖ് തങ്ങളുടെ മകൾക്കെതിരെ ആരോപണം ഉണ്ടായപ്പോ ആരോപിച്ചവരുടെ കൂടെ മിസ്തഹ് തങ്ങൾ നിന്നു. ഇത് സിദ്ദീഖ് തങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പോഴേക്കും സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്തു, ഞാൻ എന്തായാലും ഇനി മുതൽ മിസ്തഹിന് ചെലവ് കൊടുക്കൂല, മിസ്തഹിന്റെ ചെലവ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോഴേക്കും അല്ലാഹു തആല ആയത്തിറക്കുകയാണ് ഫല്യഅഫു വൽയസ്ഫഹു, സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ അങ്ങനെ വാശി പിടിക്കരുത്, നിങ്ങൾ അങ്ങനെ ചെലവ് കൊടുക്കൂല എന്ന് പറയരുത്, നിങ്ങൾ മാപ്പ് നൽകണം സിദ്ദീഖ് തങ്ങളെ, വിട്ടുവീഴ്ച ചെയ്യണം സിദ്ദീഖ് തങ്ങളെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരണമെങ്കിൽ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നാളെ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരണം, നാളെ മഹ്ശറാ ലോകത്ത് ചോദ്യമില്ലാതെ രക്ഷപ്പെടണം. അതിനൊക്കെയുള്ള വഴി എന്താണ്? ഇവിടെ എല്ലാ ആളുകൾക്കും മാപ്പ് നൽകാം. നമ്മളോട് മോശമായി പെരുമാറിയ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാ? നമ്മൾ മാപ്പ് നൽകാം. അവരോടൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ പെരുമാറാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ വിചാരിക്കേണ്ട കുറെ പള്ളി കെട്ടലും കുറെ നിസ്കരിക്കലാണ് നാളെ അല്ലാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള അമല് എന്ന്. പള്ളി കെട്ടുന്നത് തന്നെ ഇന്ന് സംഘടനാ താല്പര്യത്തിന് വേണ്ടിയിട്ട് പള്ളി നിർമ്മിക്കും. എന്തപ്പോ ഇതിലൊക്കെ കാര്യം? ഒരു പള്ളിയുടെ മുമ്പിൽ മറ്റൊരു പള്ളി, ആ പള്ളി
ഉള്ള പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ ആളില്ലാതിരിക്കുമ്പോ വിശാലമായ സൗകര്യമുള്ള പള്ളി ഉണ്ടാകുമ്പോ പുതിയൊരു പള്ളി. പിന്നെ ഈ ഐക്യത്തിന്റെ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഐക്യം വേണം, ദുആ ചെയ്യണം എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്ത് ഐക്യം ഉണ്ടാവുക? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഐക്യം ഉണ്ടാവും? എങ്ങനെ ഐക്യം ഉണ്ടാവുക? ഇന്നടക്കം കാസർഗോഡ് ജില്ലയിൽ വളരെ മോശമായ രീതിയിൽ പള്ളിയുടെ പേരിൽ തർക്കങ്ങളുണ്ടായി, അടിപിടിയുണ്ടായി. വഖഫ് ബോർഡിന്റെ ആളുകൾ വന്ന്, നിയമിച്ച ഉത്തരവാദപ്പെട്ട ആളുകൾ വന്ന് ജനറൽ ബോർഡ് വിളിച്ചപ്പോ നമ്മുടെ പാർട്ടിക്കാര് കുറവാണ് എന്ന് മനസ്സിലായപ്പോ, വോട്ട് കിട്ടൂല, തോൽക്കുമെന്ന് മനസ്സിലായപ്പോ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തി ചെയറുകളും കസേരകളും എറിഞ്ഞ്, ഉദ്യോഗസ്ഥരെ വരെ കസേരകൾ എറിഞ്ഞ് പോലീസ് ലാത്തി വീശുന്ന രീതിയിലേക്ക് ഇന്ന് കാസർഗോഡ് നടന്നൊരു ജനറൽ ബോഡി മാറിയെങ്കിൽ ഇത് തന്നെയാണ് ഐക്യത്തിനുള്ള ആഹ്വാനം ചെയ്തവരുടെ പ്രവൃത്തി എന്ന് നമ്മൾ തിരിച്ചറിയാം. എന്നിട്ട് പള്ളിയിലേക്ക് കയറാൻ, അവിടെ കസേരകൾ എറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അടിപിടി ഉണ്ടാക്കി പള്ളിയിലേക്ക് കയറാൻ. എന്തിന്? പള്ളി പൂട്ടിക്കാൻ. ഇനി അടിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നിട്ട് പള്ളിയിൽ അടിച്ചാൽ പള്ളി പൂട്ടുമല്ലോ. പള്ളിയിൽ കയറിയിട്ട് വെല്ലുവിളിക്ക് ഇങ്ങോട്ട് വന്നിട്ട് അടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ പള്ളിക്ക് വന്നിട്ട് അടിക്കും, ധൈര്യമുണ്ടെങ്കിൽ പള്ളിക്ക് വന്നിട്ട് അടിക്കുന്ന പറഞ്ഞിട്ട് പള്ളിന്റെ ഉള്ളിൽ കയറിയിട്ട് വെല്ലുവിളിക്കുകയാണ്. കുറച്ച് പക്വതയുള്ള സമസ്തയുടെ പ്രവർത്തകരായതുകൊണ്ട് പള്ളിയുടെ അകത്തേക്ക് പോയിട്ട് അടിക്കാൻ നിന്നില്ല. അടിച്ച നാളെ പള്ളി പൂട്ടും. ഇവരാ ഐക്യത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഐക്യം ഉണ്ടാവുക? എങ്ങനെ ഐക്യം ഉണ്ടാവുക? പരിപാടിയുടെ മുമ്പിൽ മറ്റൊരു പരിപാടി, പള്ളിയുടെ മുമ്പിൽ മറ്റൊരു പള്ളി, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ. ഇതൊക്കെ നിർത്തിവെച്ചിട്ട് പോരെ ഐക്യങ്ങളൊക്കെ? നിങ്ങൾ കാണുന്നതല്ലേ? പരിപാടിയുടെ മുമ്പിൽ, ഇവിടെ പരിപാടി ഉണ്ടെങ്കിൽ 2 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു പരിപാടി, ഇവിടെ പള്ളി ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് മറ്റൊരു പള്ളി. അപ്പൊ ഇതൊക്കെ നിർത്തിയിട്ട് വേണം നമ്മൾ ഐക്യത്തിന്റെ ആഹ്വാനങ്ങൾ നമ്മൾ നടത്താൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ പറയുന്നത്, കുറെ പള്ളി കെട്ടലും കുറെ നിസ്കരിക്കലും ഒന്നുമല്ല. കുറെ നിസ്കാരത്തെ ആദരണീയരായ സയ്യിദ് അഷ്റഫ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഞാനൊരു ചെറിയൊരു ബ്രേക്ക് തരാം, തങ്ങൾ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, നേരത്തെ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട അഷ്റഫ് അലി ശിഹാബ് തങ്ങൾ ഏറ്റതായിരുന്നു. എത്താൻ അല്പം വൈകി. ഏതായിരുന്നാലും തങ്ങളവറുകൾ നമ്മുടെ സദസ്സിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ അല്പസമയം തങ്ങളുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നു. ആദരപൂർവ്വം തങ്ങളവറുകളെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാ ബഅദ്. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, അഭിവരനായ ഖലീൽ ഉദവി അടക്കമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൊടുത്തുപോരുന്ന അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും സംഗമിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സ്വതുദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു ഷിഫാഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗത്തൊട്ട് അള്ളാഹു നമ്മയും കുടുംബത്തെയൊക്കെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. പെടുന്നനെയുള്ള മരണങ്ങൾ തൊട്ടും അപകട മരണങ്ങൾ തൊട്ട് അള്ളാഹു നമ്മുടെയും കുടുംബത്തെയൊക്കെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഈ മഹത്തായ ഈ സംരംഭം ഇവിടെ ഒരുക്കുന്നതിൽ ഒരുപാട് ആളുകൾ അധ്വാനിച്ചിട്ടുണ്ട്. അള്ളാഹു അവിടെ അധ്വാനങ്ങളൊക്കെ ഒരു സാലിയായ സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, മറ്റുമായി ഒരുപാട് ബന്ധപ്പെട്ടവർ അള്ളാഹു എല്ലാ നിലക്കുള്ള ഹൈറുകൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കെ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ഉദ്ഘാടന ഭാഷണം നടത്തുക എന്നുള്ളത് ഈ സദസ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് എനിക്കറിയാം. നേരത്തെ തന്നെ സംഘാടകരുടെ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് നേരത്തെ എത്താൻ ഉദ്ദേശിച്ചായിരുന്നെങ്കിലും അല്പം ചില ഭാഗങ്ങൾ പോകേണ്ടതുകൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചില്ല. നിങ്ങളോട് പ്രത്യേകിച്ചും ആ വിഷയത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. നമുക്കറിയാം, മഹത്തായ ഈ സദസ്സ് ഒരുപാട് പ്രഭാഷണങ്ങളെ കൊണ്ട് ധന്യമായ ഒരു നഗരിയും കൂടിയാണ്. എല്ലാ വർഷവും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഇവിടെ നടക്കപ്പെടാറുണ്ട്. മഹത്തായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സംഘാടക സമിതി അംഗങ്ങൾ ഇതിനു വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യപ്പെട്ടുള്ളത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനുവേണ്ടി സഹകരണങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണമെന്ന് ഞങ്ങളുടെ ആദ്യമായ വിഷയത്തിലേക്ക് ഉറപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനെ പ്രചരിപ്പിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും കടമയും ദൗത്യവുമാണ്. ആ ദൗത്യം നമ്മൾ നിർവഹിക്കപ്പെടേണ്ടത് ഏതെല്ലാം രൂപത്തിലാണോ ആ രൂപത്തിലേക്ക് നമ്മൾ നിർവഹിക്കപ്പെടണം. ചിലപ്പോൾ പ്രഭാഷണങ്ങൾ കൊണ്ടായിരിക്കും ദീനെ നിലനിർത്താൻ അന്നത്തെ സാഹചര്യത്തിൽ ഉളവാക്കണമെങ്കിൽ ആ പ്രഭാഷണം കൊണ്ട് നമ്മൾ ദീനെ നിലനിർത്തണം. ചിലപ്പോൾ ഗാനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് എഴുത്തു മാർഗങ്ങളിലൂടെയോ ആണെങ്കിൽ ആ രൂപത്തിലൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നമ്മൾ മുൻതൂക്കം നൽകണം എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമ്മളെ കരങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ നബുവത്തിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീൻ എന്ന് പോലും വിളിച്ച ആളുകൾ, നബുവത്തുമായി കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നീട് അവിടുന്ന് ശകാരിക്കുകയും കല്ലുകൾ കൊണ്ടുള്ള അഭിസംബോധനമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നബുവത്തിന് ശേഷം ഒരുപാട് പ്രയാസങ്ങൾ പ്രവാചകൻ സ്വന്തം നാട് വിട്ടുകൊണ്ട് മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോലും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ത്വായിഫിന്റെ മലയാളത്തിലേക്ക് പോയപ്പോൾ അവിടുത്തെ അന്നത്തെ അമ്മാവന്മാരുടെ അടുക്കൽ നിന്ന് പോലും കല്ലുകൾ കൊണ്ടുള്ള അഭിഷേകമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരവേൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടിയാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊനൽ ഖൈറ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ജനങ്ങളെ നന്മ കൊണ്ട് ക്ഷണിക്കപ്പെടുവാനും തിന്മ കൊണ്ട് വിരോധിക്കുന്ന ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ. ആ സമൂഹത്തിന്റെ സംതാപനത്തിന് വേണ്ടിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുള്ളതെങ്കിൽ ഞാൻ മനസ്സിലാക്കപ്പെടുന്നത് അത്രത്തോളം കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ നമുക്കില്ല. അവരൊക്കെ നേരത്തെ ഉണ്ടാക്കി തന്ന ആ പ്രകാശദീപം കുന്തും ഖൈറു ഉമ്മ, ആ സമൂഹത്തെ കുറിച്ച് നമ്മെ കുറിച്ചാണ് പറഞ്ഞ് നിങ്ങളാണ് ഉത്തമമായ സമൂഹം. ആ സമൂഹത്തിന്റെ ധർമ്മം കടമ എന്നുള്ള ജനങ്ങളെ നന്മ കൊണ്ട് പുറപ്പെടുവിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മളാണ് ഉത്തമമായ സമൂഹം. ആ സമൂഹത്തിന്റെ അനുയായികളാണ് നമ്മൾ ഏവരും. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ കടമ എന്നുള്ളത് സമൂഹത്തിലേക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ധർമ്മത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാൻ നമ്മുടെ നാട് മുഴുവനും മലീനസമായി കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുകൾ അന്തരീക്ഷങ്ങളൊക്കെ മുസൽമാനക്ക് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇന്ന് കാപ്പട്യങ്ങളുടെ ലോകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവനേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഷഹീദിന്റെ കൂലി ഉണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ധർമ്മത്തിനനുസരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് നീങ്ങാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബി വര്യമാർ കാണിച്ചു തന്ന മാ അന അലൈഹി വസ്ഹാബിഹി, ഞാനും എന്റെ അനുചരന്മാരുള്ള ആ മാർഗത്തിലൂടെ സഞ്ചരിക്കപ്പെടുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കപ്പെടാറുണ്ട്, അല്ലാഹുമ്മ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ ഞങ്ങളെ ഹിദായത്താക്കണമേ, അത് മുസ്തഖീമായ ഇഹ്ദിന സിറാ മുസ്തഖീമ, ചൊവ്വായ മാർഗത്തിലൂടെ. ആ ചൊവ്വായ മാർഗമെന്ന അൻഅംത അലൈഹിം അനുഗ്രഹിച്ചവരുടെ പാതയാണ്. ആ പാതയാണ് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നു മിനൻ നബിയീന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ ആ മാർഗത്തിലൂടെയാണ് നമ്മളും സഞ്ചരിക്കപ്പെടേണ്ടത്. നമുക്കറിയാം, ചുറ്റുപാട് മലിനമാകുമ്പോൾ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ പാത തെന്നിമായി നമ്മൾ പോകും.
തെന്നിമാറാതെ യഥാർത്ഥമായ പാതയിലൂടെ സഞ്ചരിക്കാൻ പക്കമായി പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ദൗത്യമാണ് നിർവഹിക്കപ്പെടേണ്ടത്. അത് നമ്മൾ പ്രഭാഷണങ്ങൾ കൊണ്ടാകണമെങ്കിൽ ആ രൂപത്തില് നമ്മൾ നമ്മുടെ കൂട്ടുകാർ, ഇന്നത്തെ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തില് നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ ആ രൂപത്തിലാകുമ്പോൾ അവരെയും ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള, ഈ സത്യമാർഗത്തിലേക്ക് അവരെ നല്ല രൂപത്തിൽ കൊണ്ടുവരുവാനുള്ള സാമാന്യമായ ബോധവും കരുത്തുമാണ് നമ്മൾ ഓരോരുത്തരും അറിയിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കപ്പെടുന്നത് ഈ മഹത്തായ ഈ സംരംഭം, ഇവിടുത്തെ മഹത്വക്കൾ ഇതിന് ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത്രയുള്ള ദൗത്യം നിർവഹിക്കപ്പെടുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് കൈമാറിക്കൊടുത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറും ബർക്കത്തും ദാനം ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം പ്രത്യേകിച്ചും റജബ് മാസത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അല്ലാഹു ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഅനാ ശഹ്റ റമളാൻ. അവിടുത്തെ റജബ് മാസം ആകുമ്പോഴേക്കും സദ്ദൽ മീദർ, അവിടെ അരയൊടുപ്പൊക്കെ കെട്ടിമുറുക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിലേക്ക് ഊന്നിറങ്ങപ്പെടുന്ന ഒരു മാസമാണ് ഈ റജബ് മാസമാകുമ്പോഴേക്കും. പിന്നീട് ശഅബാൻ ആകുമ്പോൾ ഒന്നും കൂടി അതിലായത്തിലേക്കായിരിക്കും. റമദാൻ ആകുമ്പോൾ പിന്നെ പറയാൻ വേണ്ടി വരില്ല. ആ രൂപത്തില് റജബ് മുതൽ തന്നെ റമദാനിക്കൽ ഒരുക്കമായിരുന്നു മഹാന്മാരായ ആളുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അതിന് ശേഷമുള്ള വസ്തുക്കളൊക്കെ കാണിച്ചു തന്ന മാതൃക നമുക്കുണ്ട്. റമദാൻ കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ടാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന അങ്ങനെ, അല്ലാഹുവേ ഈ റമദാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നീടുള്ള 6 മാസവും. അതുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന റമദാനിക്കുള്ള ഒരുക്കമാണ്. ഇനി ഇബാദത്തുകൾ ധന്യമാക്കിക്കൊണ്ട് ജീവിതം കൂടുതൽ ആ ആത്മാവിനെ നിയന്ത്രിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാര്യങ്ങളെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തിരുവാക്യം ഉച്ചരിച്ച് മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമ്മൾ ഇതുവരെ ഇവിടെ ചർച്ച ചെയ്തത് അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ സ്നേഹവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും നമ്മൾ തിരിച്ചറിയുക. ഒരുപാട് പള്ളി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് നിസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ ഒന്നുമല്ല അള്ളാഹുവിന്റെ സ്നേഹവും കാരുണ്യവും കരസ്ഥമാക്കാനുള്ള എളുപ്പവഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പള്ളികൾ പലപ്പോഴും അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സ്നേഹത്തെക്കാളും അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പല പള്ളികളും. അതുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾക്കത് സമ്പാദിക്കാൻ കഴിയുക എന്നും കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ലഅരിഫു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിനൻ നാർ. നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരാണ് എനിക്കറിയാമെന്ന്. അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് അവസാനമായി പോകുന്ന ആളെ എനിക്കറിയാം. അവസാനമായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവർ, അവസാനമായി നരകത്തിൽ നിന്ന് വരുന്നവർ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്, വൻദോഷങ്ങൾ ഒഴിവാക്കിയാൽ അല്ലാഹു തആല ചെറുദോഷങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു തന്ന് സ്വർഗ്ഗം നൽകുമെന്ന്. വൻദോഷങ്ങൾ ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകളാണ് നാളെ അല്ലാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ അല്ലാഹു പുറത്തു തരുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ദോഷങ്ങൾ എങ്ങനെ? ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള കാത്തിരിപ്പിലൂടെ നമ്മൾ അറിയാതെ ചെയ്ത ഒരുപാട് ചെറുദോഷങ്ങളെ അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
നമ്മളാരും തൗബ ചെയ്തിട്ടില്ല. നമ്മളാരും ദുആ ചെയ്യുകയോ തൗബ ചെയ്യുകയോ ചെയ്യാതെ കഴിഞ്ഞ റമദാൻ മുതൽ ഇനി വരാനിരിക്കുന്ന റമദാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് അതിനിടയിൽ അവർ ചെയ്ത ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. അസ്സലാത്തു ഇലസ്സലാത്തി കഫാറ. ഫർള് നിസ്കാരം ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് അസ്ർ നിസ്കാരം വരെയുള്ള സമയം അസ്റിനെ കാത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരാ സമയത്ത് ചെയ്ത ചെറിയ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അൽ ഉംറതു ഇലൽ ഉംറതി കഫാറ. ഒരു ഉംറയിൽ നിന്ന് അടുത്ത ഉംറ വരെ ചെയ്യുന്ന സമയം ഒരുപക്ഷേ 4-5 വർഷമായിരിക്കാം ഉംറക്ക് പോയ ആളുകൾ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉംറക്ക് പോവുകയാണ്. ആ 5 വർഷങ്ങളുടെ കാലയളവിൽ അയാൾ ചെയ്ത ചെറിയ ദോഷങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകാര്യമാവണം ഉംറകൾ. അൽ ഹജ്ജു ഇലൽ ഹജ്ജി കഫാറ. ഒരു ഹജ്ജ് ചെയ്ത് അടുത്ത ഹജ്ജ് ചെയ്യുന്നത് വരെയുള്ള എത്ര വർഷമാണോ അതിനിടയിൽ കാലതാമസമുള്ളത് ആ സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകളെ അല്ലാഹു പുറത്തു തരുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ഒരുപാട് തിന്മകൾ, ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പുറത്തു തരുന്ന കാരുണ്യവാനാണ് അല്ലാഹു എന്ന് ആദ്യം തിരിച്ചറിയണം. പിന്നെയോ ഒരു സ്വലാത്തിന് അല്ലാഹു പുറത്തു തരുന്നത് 10 പാപങ്ങളാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പാപങ്ങൾ. എന്തിനേറെ അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന മിനദ്ദുനൂബി ദുനൂബാ. ചില തെറ്റുകൾ ലാ യുകഫിറുഹാ. ആ തെറ്റുകൾ നോമ്പ് നോറ്റാൽ അല്ലാഹു പുറത്തു തരൂല. ഹജ്ജ് ചെയ്താലും പുറത്തു തരൂല. ഉംറ ചെയ്താലും പുറത്തു തരൂല. നിസ്കരിച്ചാലും പുറത്തു തരൂല. പിന്നെയോ അല്ലാഹു പുറത്തു തരുന്നത് അവന് ജോലിയിലുണ്ടാകുന്ന ക്ഷീണം കാരണം അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽ ഹമ്മു ഫീ തലബിൽ മഈഷ. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളല്ലേ അല്ലെ? നിങ്ങൾക്ക് അധ്വാനിക്കുന്നവരല്ലേ? എന്തെങ്കിലും ബിസിനസ് ആയിട്ടോ ജോലിയായിട്ടോ നിങ്ങൾക്കുണ്ടാകും, നാട്ടിലും ഗൾഫിലുമായിട്ട്. അൽ ഹമ്മു ഫീ തലബിൽ മഈഷ. ജീവിക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്നതിനിടയിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന ക്ഷീണം, നമ്മൾക്കുണ്ടാകുന്ന പ്രാരാബ്ദങ്ങൾ കാരണം അല്ലാഹു നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് അൽ ഖുലുഖുൽ ഹസൻ. നല്ല സ്വഭാവം നന്നാക്കിയാൽ, സൽസ്വഭാവികളായി മാറിയാൽ, ശ്രദ്ധിക്കണേ, അല്ലാഹു പാപങ്ങൾ പുറത്തു തരാൻ വലിയ പ്രയാസങ്ങളോ വലിയ പണിയോ ഒന്നുമില്ല. അൽ ഖുലുഖുൽ ഹസൻ യുദീബുൽ ഖതായാ കമാ യുദീബുൽ ഖൽലുൽ അസൽ. ഒരു സിർഖ തേനിനെ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, എങ്ങനെയാണോ കമാ യുദീബുൽ മാ, എങ്ങനെയാണോ വെള്ളം ഐസ് കട്ടയെ ഉരുക്കി കളയുന്നത്, വെള്ളം ഐസ് കട്ടയെ ഉരുക്കി കളയുന്നത് പോലെ സ്വൽസ്വഭാവികളുടെ പാപങ്ങൾ സ്വൽസ്വഭാവം കാരണത്താൽ അല്ലാഹു പുറത്തു തരുമെന്ന്, ഉരുക്കി കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വഭാവം നന്നാക്കിയാൽ നമ്മൾ അറിയാതെ ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. സ്വഭാവം നന്നാക്കലോടുകൂടി നമ്മൾ അറിയാതെ, അഥവാ ജീവിതാവസാനം വരെ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവർ, എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്നവർ, ആരെയും വെറുപ്പിക്കാത്തവർ, ആരോടും മോശമായി പെരുമാറാത്തവർ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മാന്യമായി പെരുമാറുന്ന സ്വഭാവിയാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തെറ്റുപോലും അയാളിൽ ബാക്കി ഉണ്ടാവൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ഹദീസിന്റെ താല്പര്യം. അങ്ങനെയാണ് എങ്ങനെയാണോ വെള്ളം ഐസ് കട്ടയെ ഉരുക്കി കളയുന്നത്, അതേപോലെ അല്ലാഹു തആല പാപങ്ങൾ മുഴുവനും ഉരുക്കി കളയുമെന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം ഒരു സംഭവം കൂടി നബി തങ്ങൾ കൂട്ടിച്ചേർത്തു. സ്വഭാവം മോശമായാൽ, വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയായാൽ യുഫ്സിദുൽ അമല,
യുഫ്സിദുൽ അമല കമാ യുഫ്സിദുൽ ഖല്ലുൽ അസല. എങ്ങനെയാണോ സിർക്ക ഒരു തേനിനെ നശിപ്പിക്കുന്നത്, അതേപോലെ ദുസ്വഭാവികളുടെ സ്വഭാവം മോശമായ ആളുകളുടെ ദുസ്വഭാവികളുടെ അമലുകളെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അടിപിടിക്ക് നിൽക്കുന്നവർ, കസേരകളും ചേറുകളും കല്ലുകളും എറിഞ്ഞ് അലങ്കോലപ്പെടുത്താൻ നിൽക്കുന്നവർ, പള്ളിയെ 2 ഭാഗമാക്കി, മദ്രസകളെ 2 ഭാഗമാക്കി, നാടിനെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നവർ, അത് ആരായാലും ശരി, ഏത് വിഭാഗക്കാരായാലും ശരി, ഏത് പാർട്ടിക്കാരായാലും ശരി, എല്ലാവരും ഈ കാര്യങ്ങളിൽ ഉത്തരവാദികളാണ്. പ്രത്യേകമായ ഒരു പാർട്ടിയെയോ ഒരു സംഘടനയോ ലക്ഷ്യം വെച്ചല്ല ഞാൻ പറയുന്നത്. ഏത് വിഭാഗക്കാരായാലും ശരി, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ, നാട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളുടെ അമല് മുറിഞ്ഞു പോകും. പള്ളി നിർമ്മിച്ചിട്ട് കാര്യമില്ല, മദ്രസ നിർമ്മിച്ചിട്ട് കാര്യമില്ല. അവരുടെ അമൽ അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അമല് പോലും ബാക്കിയുണ്ടാവൂല. എങ്ങനെയാണോ ഒരു സുർക്കത്തേനിനെ നശിപ്പിക്കുന്നത്, അതേപോലെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോ പള്ളി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ മദ്രസകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, സ്വഭാവം മോശമായതിന്റെ പേരിൽ ഒരു അമലും അല്ലാഹു നാളെ സ്വീകരിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വഭാവം വളരെ 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 സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും പഠിക്കണമെന്നും ജീവിതത്തിൽ പകർത്തണമെന്നും ഹദീസ് കാണാം. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും പഠിക്കണം.